പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്താൽ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു 7 അച്ച് ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാവാൻ വേണ്ടി വെക്കണം. മെൽറ്റായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. 2 കപ്പ് പച്ചരി ഒരു 3 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് വാർത്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ 2 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇതിനായിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയ വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 5 ഏലക്കായയുടെ കുരു മാത്രം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതിൽ അളന്നെടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഇങ്ങനെ അരച്ചെടുത്തത്. ഇതിലേക്ക് 2 പഴവും കൂടെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്ത് പഴത്തിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം മൈദാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെല്ലാം ചെയ്തെടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. ബാക്കിയുള്ള അരിയും കൂടെ ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. ഇതിൽ നമ്മൾ ശർക്കര വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 2 മണിക്ക് അരി കുതിർത്ത് വെച്ചിട്ട് ഒരു 6 മണിക്ക് അരച്ച് വെച്ചാലും മതിയാവും. അപ്പോൾ 2 തവണയായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അധികം വെള്ളം കൂടാൻ പാടില്ല. ഇനി ഒരു 1/4 സ്പൂണോളം ഉപ്പിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് ഒരു രാത്രി മുഴുവൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിറ്റേ ദിവസം നമ്മളിതാ ഈ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായ മാവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെള്ളം കുറവാണെന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഒരു 2 സ്പൂണോളം വെള്ളം വേണേ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 1 സ്പൂണോളം നെയ്യ്, അരമുറി തേങ്ങയാണ് കേട്ടോ അരിഞ്ഞെടുത്തത്, അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് എള്ള് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ലോണം ഈ ഒരു രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്കൊരു 1/4 സ്പൂണോളം നല്ല ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു പ്രത്യേക സ്വാദാണ് ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നല്ല ചൂടായ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾക്കിത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഏതാണ്ട് ഒരു 3/4 ഭാഗം മാത്രമാണ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നാലാണ് വിചാരിച്ച പോലെ അത് ഇങ്ങനെ പൊങ്ങി വരുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്ന സമയം നമ്മളിതിനെ മറിച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ ഇതാ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗമൊക്കെ ഒന്ന് ആയി വന്നപ്പോൾ തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.